നമ്മളെപ്പോഴും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ അനു ജോസ്. ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളെപ്പോഴും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരീഡ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഇറഗുലാരിറ്റി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വയറിൻ്റെ ഒരു സ്കാൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും യൂട്രസിലോ അല്ലെങ്കിൽ അണ്ടാശയത്തിലോ ഈ പറഞ്ഞ പോലെ PCOD പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്ന്. അതിന് തൈറോയിഡ് നോക്കാൻ നമുക്ക് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, കുറേയധികം ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി നമുക്ക് ബോഡിയിൽ ഒരുപാട് ശോധന തെറാപ്പീസ് ഉണ്ട് നമുക്ക് ആയുർവേദത്തിൽ. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഒട്ടുമിക്ക ഈ ശോധന തെറാപ്പികൾ കൊടുത്തതിന് ശേഷം ബോഡി ഓക്കെ ആയതിനു ശേഷം മാത്രം പ്രഗ്നൻസി എന്ത് ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓവറി ആണെങ്കിലും പ്രോപ്പറായിട്ട് ഫോളിക്കിൾസിനെ ഉണ്ടാക്കും. തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ഉണ്ട്. ആ ഹോർമോൺസൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻസി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത് നമ്മൾ നമ്മുടെ ഫുഡിലാണെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ആയുർവേദത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രീ കൺസെപ്ഷൻ കെയർ എന്നൊരു ഏരിയ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു പ്രോജനിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു OP-ലൊക്കെ വരുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെയും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീരീഡ്സ് പ്ലാൻ ചെയ്യുന്നു, അതിന് ശേഷമായിരിക്കും ഇപ്പോൾ കുട്ടി ആവുന്നില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള പീരീഡ്സ് പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങളിലേക്കോ പോകുക. അതിന് പകരം എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ഇതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഹോർമോൺസ് തൈറോയ്ഡ് ആണെങ്കിലും ഈസ്ട്രജൻ ആണെങ്കിലും അല്ലെങ്കിൽ PCOD പോലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക, എന്ത് ചെയ്യുക, ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുക.